കുവൈറ്റ് സിറ്റിയിലെ മങ്കൂഫിലെ തീപിടുത്തത്തിന്റെ സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും മറ്റ് അടിയന്തര സഹായങ്ങൾക്കുമായി കുവൈറ്റിലെ മലയാളി അസോസിയേഷനുകളുമായും കേരള സഭാ അംഗങ്ങളുമായും നിരന്തര സമ്പർക്കത്തിലാണ്. എത്ര മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായതെന്ന് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾക്കായി ശ്രമിച്ചു വരികയാണെന്ന് നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശ്ശേരി പറഞ്ഞു. നിരവധി പേർക്ക് ജീവഹാനി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും കൺഫേംഡ് റിപ്പോർട്ടുകൾ കിട്ടുന്നില്ല. ഞങ്ങളത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് അതിന് കൺഫേംഡ് ആയിട്ടുള്ള ഡെത്ത് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ളതിനെ കുറിച്ച് ഉള്ള റിപ്പോർട്ട്സിന് വെയിറ്റ് ചെയ്യാണ്. ഈ വിവരം വന്നപ്പോൾ തൊട്ട് തന്നെ കുവൈറ്റിലുള്ള നമ്മളുടെ പ്രവാസി അസോസിയേഷനുകളുമായിട്ടും ലോക കേരള സഭാ മെമ്പേഴ്സുമായിട്ടും നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ ആണ് നോർക്ക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ ലോക്കൽ ഹെൽപ്പ് ഡെസ്കും അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർക്കയുടെ ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിൽ പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത്, അതിൽ മലയാളികൾ എത്ര പേരുണ്ട്, അതല്ലെങ്കിൽ ഇതിലാർക്കെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷൻ നമുക്ക് എംബസിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അർച്ചന, മരിച്ചവരിലേറെയും ഇന്ത്യക്കാരാണ്. സ്വാഭാവികമായും മലയാളികളാണ് കൂടുതൽ പേരും മരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നോർക്ക ഇപ്പോൾ പറയുന്നത്? ഏതു തരത്തിലുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്? ബിനിൽ, അല്പസമയം മുമ്പാണ് നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശ്ശേരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആദ്യം തന്നെ അദ്ദേഹം വളരെ ദാരുണമായ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചതെന്ന കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു. അതിനിടയിൽ എത്ര മലയാളികൾ ഉണ്ടെന്ന കാര്യത്തിൽ ഇതുവരെയും നോർക്ക റൂട്ട്സിന് വിവരം ലഭിച്ചിട്ടില്ല. വ്യക്തമായ ഒരു വിവരം നോർക്ക റൂട്ട്സിന് ലഭിച്ചിട്ടില്ല. എത്ര മലയാളികൾ ഉണ്ടെന്ന കാര്യമോ അല്ലെങ്കിൽ എത്ര ആളുകൾ മരിച്ചെന്ന കാര്യത്തിൽ നോർക്ക റൂട്ട്സിന് വിവരങ്ങളൊന്നും, പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പകരം വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ വിദേശകാര്യ മന്ത്രിക്ക് ഇപ്പോൾ കത്തയച്ചിട്ടുണ്ട് എന്ന കാര്യവും ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കുവൈറ്റിലടക്കം ഹെൽപ്പ് ഡെസ്ക് അടക്കം ഇതുമായി സംബന്ധിച്ച് ഉണ്ട്. ഹെൽപ്പ് ഡെസ്കിലടക്കം എല്ലാം ബന്ധപ്പെടാം എന്ന കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപകട സമയത്ത് കൂടുതലായും ഉണ്ടായിരുന്നത് മലയാളികളായിരുന്നു. 200ഓളം പേർ ഉണ്ടായിരുന്നു കൂടെ അതിൽ 50% പേർ മലയാളികൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് തന്നെ ആവണം അപകടം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാനുണ്ട്. അത്തരത്തിൽ എന്തായാലും വിവരങ്ങൾ മലയാളികൾ എത്രത്തോളം ഉണ്ടെന്ന കാര്യമോ അത് ആരൊക്കെയാണ് ഉള്ളതെന്ന കാര്യമോ വ്യക്തമായ വിവരങ്ങളൊന്നും നോർക്ക റൂട്ട്സിന് ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ നോർക്ക റൂട്ട്സ് സിഇഒ പറയുന്നതും. ബിനിൽ.